അപ്പോൾ ആക്ടർ നരയൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിക്കിപീഡിയയുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായം കൂടാതെ ഇദ്ദേഹത്തിൻ്റെതായി നമ്മൾ ഓർത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തേത് തീർച്ചയായും ഫോർ ദ പീപ്പിൾ. അക്കാലത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്ന യങ്സ്റ്റേഴ്സായ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ ടീമിൽ നിന്നും വ്യത്യസ്തമായി കാണാൻ ചെറുപ്പക്കാരനാണ്, എന്നാൽ പ്രായമായ ആളുടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ മാനറിസംസ് പുള്ളി വളരെ ഭംഗിയായി ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ ഇജോ അഥവാ ഇമാനുവൽ ജോസഫ്. ഫോർ ദ പീപ്പിളിലെ രാജൻ മാത്യു എന്ന പോലീസ് ഓഫീസറിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ലൈറ്റ് ഹാർട്ടഡ് കഥാപാത്രം. ഇനി അടുത്തതായി 2006 പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലെ മുരളി. എല്ലാ പാട്ടുകളും ഹിറ്റായ ആ സിനിമയിലെ ഏറ്റവും പോപ്പുലറായ പാട്ട് പാടി അഭിനയിച്ച ആ ഒരു കഥാപാത്രം. പിൽക്കാലത്ത് ഒരു നൈസ് കോമ്പിനേഷനായി മാറിയ പൃഥ്വിരാജ് നരയൻ ടീമിന്റെ ആദ്യ പടം. ഇനി 2007 മമ്മൂട്ടി, മോഹൻലാൽ മുതൽ അതിശയൻ എന്ന സിനിമയിലൂടെ ഒരു ചെറിയ കുട്ടി വരെ പങ്കെടുത്ത ഒരു ഹെവി ബോക്സ് ഓഫീസ് ക്ലാഷ് ആയിരുന്ന വിഷുവിന് ഒരു പ്രോപ്പർ തമിഴ് പടം സ്റ്റൈലിൽ ഇദ്ദേഹത്തിന്റേതായി വന്ന പന്തയക്കോഴി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പടത്തിൽ ശരിക്കും ഒരു ഫൈറ്റ് മാത്രമേ ഉള്ളൂ, അത് വരുന്നത് ക്ലൈമാക്സിൽ. സോ അതൊന്ന് മാറ്റി ഇന്റർവൽ ബ്ലോക്കിലും നായകന്റെ ഇൻട്രൊഡക്ഷനിലും ഓരോ ഫൈറ്റ് വീതം ആഡ് ചെയ്തിരുന്നെങ്കിൽ സത്യത്തിൽ അതിനൊരു ടിപ്പിക്കൽ ടെംപ്ലേറ്റഡ് തമിഴ് പടം മാതിരി ആക്കാമായിരുന്നു. അതായത് അതേ കാലഘട്ടത്തിൽ തമിഴിൽ വിശാലൊക്കെ ചെയ്തിരുന്ന മാതിരി ഒരു പടം. ഇനി തൊട്ടടുത്ത വർഷം 2008 അന്നത്തെ IT യുവത്വത്തിന്റെ കഥ പറഞ്ഞ മിന്നാമിന്നി കൂട്ടം. എന്റെ ഒരു അഭിപ്രായത്തിൽ അന്നേ അത് കുറച്ച് ഓവറായിരുന്നു. പിന്നെ ഇപ്പൊ ആ പടം കാണുമ്പോഴുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇതിനിടയിൽ അഞ്ചാതെ എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്നും ഇന്നും ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇദ്ദേഹം ഉണ്ടായിരുന്ന ആ സിനിമയിൽ ഒരു പാട്ട് അക്കാലത്ത് സൺ ടിവിയിൽ സ്ഥിരമായി വരാറുള്ളത് ഞാൻ ഓർക്കുന്നു. ഇനി അടുത്തതായി ഞാൻ ഓർക്കുന്നത് 90s ടോക്സിക് സ്റ്റാർ എന്ന പട്ടം ചാർത്തി കിട്ടിയ നമ്മുടെ ജയറാമേട്ടന്റെ അവസാനത്തെ ടോക്സിക് ഫാമിലി സിനിമയായ ഭാഗ്യദേവതയിലെ ആ ഒരു കഥാപാത്രം. ശേഷം 2009 പൃഥ്വിരാജുമായി ഇദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം റോബിൻഹുഡ്. ഒരു ലേസി, കെയർ ഫ്രീ യെറ്റ് ഇന്റലിജന്റ് ആയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായുള്ള ഇദ്ദേഹത്തിന്റെ കഥാപാത്രം അടിപൊളിയായിരുന്നു. ശേഷം 2012 ഡോക്ടർ രവി തരകന്റെ കഥ പറഞ്ഞ അയാളും ഞാനും തമ്മിൽ. ദാറ്റ്സ് ഇറ്റ്. ഇത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിന്റേതായി ഓർക്കുന്നത് 2017 ഓണത്തിന് പുറത്തിറങ്ങിയ ആഡം ജോൺ, പൃഥ്വിരാജ് നരയൻ കോമ്പിനേഷനിലെ 4ാമത്തെ ചിത്രം. അതും കഴിഞ്ഞ് മറന്നിരിക്കുകയായിരുന്ന ഇദ്ദേഹം വീണ്ടും പൊങ്ങി വന്നത് ഒരു തമിഴ് സിനിമയിലൂടെയാണ്. സിനിമയുടെ പേര് ഞാൻ പറയണ്ടല്ലോ. ശേഷം അതേ ഇൻസ്പെക്ടർ ബിജോയ് എന്ന കഥാപാത്രത്തെ ആ യൂണിവേഴ്സിലെ മറ്റൊരു ഹെവി വെയിറ്റ് പടത്തിലും കണ്ടു. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഓരോ വിധം സിനിമകളിൽ ഒരേ ടൈപ്പ് കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. അതായത് നായികമാരിൽ ഒരാളെ കല്യാണം കഴിച്ച് കൊല്ലപ്പെടുന്ന ഒരു കഥാപാത്രം. സിനിമകൾ ഒടിയൻ, കമ്മത്തൻ കമ്മത്ത്. ഇവയെല്ലാം കഴിഞ്ഞ് 10-12 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ, എന്നാൽ ഞാൻ 2 ദിവസം മുന്നേ കണ്ട് റെഡ് റെയിനും നമുക്ക് ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. സോ എന്നിലെ പ്രേക്ഷകന് നരയൻ എന്ന ആക്ടറിന്റെ പേര് പറയുമ്പോൾ ഇത്രയും സിനിമകളാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞവയല്ലാതെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹം വലിയൊരു താരമായില്ല എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അതിന് കാരണം ഇദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സ് ടീം തന്നെയാണ്. കാരണം ആ ഒരു ടൈമിൽ യങ് ആക്ടേഴ്സിന് വരുന്ന മെയിൻ സംഗതികളൊക്കെ ചെയ്തിരുന്നത് പൃഥ്വിരാജ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ലീഡ് ഐറ്റംസ് ചെയ്തിരുന്നത് ജയസൂര്യ. ഇതും കഴിഞ്ഞ് ഇന്ദ്രജിത്ത്. സോ ഇതിനിടയിൽ ഇദ്ദേഹത്തിന് കൂടി ഒരു താരപദവി ഒരുക്കി കൊടുക്കാൻ മലയാള സിനിമയ്ക്ക് ആവുമായിരുന്നില്ല.